ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രിപ്ലറ്റ്സ് ഫാമിലി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാലേ, ഒരു കല്യാണം കൂടാനാണ് കേട്ടോ. നമ്മുടെ ഒരു കസിൻ ബ്രോൻ്റെ കല്യാണമാണ്. കല്യാണം വരുന്നത് സിവിൽ സ്റ്റേഷനാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ സിവിൽ എന്ന സ്ഥലത്താണ് ഈ കല്യാണം വരുന്നത്. അപ്പോൾ നമ്മൾ പൊറ്റശ്ശേരിയിൽ നിന്ന് എല്ലാവരും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ അമ്മയും അച്ഛനും കൂടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഉണ്ടായത്. വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. പിന്നെ അതേ കള്ളന്തോട് എത്തിയപ്പം എൻ്റെ ബ്രദറിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതേ അവനെയാണ് പിന്നെ വെയിറ്റ് ചെയ്തത്. അപ്പം തന്നെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനും കൂടെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ കിളിക്കുട്ടിയും നീമോളും നീലും ഒക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. എവിടെയോ പോകുക എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. പിന്നെ അതേ നമ്മുടെ കല്യാണം വരുന്നത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്രം സിവിൽ സ്റ്റേഷനിലുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം വരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നതും. അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമുക്ക് വീടും വരുന്നത് കേട്ടോ. ഒക്കെ ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പിലാണ് ഉള്ളത്. അങ്ങനെ പിന്നെ എൻ്റെ കസിനുണ്ട് ആമി, ആളിതേ നീമോളെ എടുക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പിന്നെ മക്കൾസിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. കാണാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിതേ മീലുവാണ് കേട്ടോ. ഇത് മീനാക്ഷി മോള്, മീലു മാമിയും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവർ 3 പേരും കൂടെ എന്തോ ഡിസ്കഷനിലായിരുന്നു. ഞാൻ വന്നപ്പോൾ പിന്നെ അതിരുന്ന് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാമീനെ നിങ്ങൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവണം. നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോയിലൊക്കെ മാമി ഉണ്ടായിരുന്നു. മാമീൻ്റെ ബ്യൂട്ടി പാർലറിലായിരുന്നു. നമ്മുടെ കിളിക്കുട്ടീനെ മുടി വെട്ടിച്ച വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാമി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നീമോളാണെങ്കിൽ മാമീൻ്റെ പൊട്ട എങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് കുടിക്കാൻ നമ്മൾ മുസമ്പീൻ്റെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നീമോള് എൻ്റെ മടിയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. കിളിക്കുട്ടിക്ക് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നിലൂനും അപ്പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി മോളും നീതു ചേച്ചിയും കൂടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കല്യാണത്തിന്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇത് അടിപൊളി അമ്പലം ആണ് കേട്ടോ. ഞങ്ങൾ ഉള്ളിലൊന്നും കയറി തൊഴുതിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഒരു തിരക്കിൽ അങ്ങനെ നിന്നതാണ്. പിന്നെ പുറത്താണെങ്കിൽ സ്റ്റേജൊക്കെ അലങ്കരിക്കാനുള്ള പരിപാടിയിലാണ്. മൊത്തം ഡെക്കറേഷൻ്റെ ടീംസാണ് സ്റ്റേജിൻ്റെ അടുത്ത് മൊത്തം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണല്ലോ ഉണ്ടാവുക കസിൻസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളെ കസിൻസിനെ എല്ലാവരും കൂടെ കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവില്ലേ. ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡാണ് കഥ പറയുന്നുണ്ട്. ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കുറച്ച് ലേറ്റ് ആയിട്ടുള്ള മുഹൂർത്തമായിരുന്നു. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പെണ്ണ് വരുന്ന ഒരു ഷോട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഷോട്ട് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഫോണിൽ അത് കാണുന്നുണ്ടായിരുന്നില്ല. എന്തോ ഡിലീറ്റായി പോയതായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഫോട്ടോസും വീഡിയോസും തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാൻ യൂട്യൂബാണ് വീഡിയോ ആണെന്നൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. കിളിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയും കിളിക്കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് തിരയാണ് കേട്ടോ. ഓരോരുത്തരുടെ കയ്യിലാണ് മക്കളുള്ളത്. അപ്പോൾ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ തിരയുന്നത്. ഓരോ സെക്കൻഡിൽ ഞാൻ നോക്കുന്നുണ്ട് എവിടേക്കാണ് ഉള്ളത്, ആരൊക്കെ കയ്യിലെത്തുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് എന്താ പറയുക, കുറേ ആളുകൾ കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണില്ലേ, കുറേ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമനും നീലും കൂടെ പിന്നെ നാരങ്ങ വെള്ളം അവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നെ പെണ്ണ് വരുന്ന സീൻ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പെണ്ണ് വന്നത് എനിക്ക് ചെറുതായിട്ടൊന്നും കിട്ടിയിട്ടുള്ളൂ, വലിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കല്യാണം ഏകദേശം ഉള്ളിൽ നിന്ന് നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ കല്യാണം കണ്ടിട്ടില്ല. പുറത്ത് ഭയങ്കര ബാൻഡടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടെ ഡാൻസൊക്കെ ആയിരുന്നു. മക്കളൊക്കെ അത് കണ്ട് ഫുള്ള് തുള്ളലായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസൊക്കെ കാണാൻ. അപ്പോൾ ആൾക്കാരൊക്കെ മൊത്തം ഡാൻസ് കളിക്കുന്നുണ്ട്. ബാൻഡടിയുടെ മേളം നല്ല ഉഷാറായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നമുക്കൊരു 2-3 മിനിറ്റ്സിൻ്റെ ഒരു ദൂരം ഉണ്ട്. അപ്പോൾ ഞാനും കസിനും കൂടെ ഇങ്ങനെ നടന്നിട്ട് ആമിയും കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങൾ
ഒത്തുകൂടി ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി. ചേച്ചി ഏട്ടനൊക്കെ ഇതേ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിട്ടോ ഫുഡ് കഴിക്കുന്നിടത്ത്. അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾസിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അടുത്ത പരിപാടി. അങ്ങനെ നമ്മളൊരു പ്ലേറ്റൊക്കെ ഒപ്പിച്ചു. മൂന്നാർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. മിലു പഴം കഴിച്ചതുകൊണ്ട് അവൾക്ക് ചോറ് വേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ 3 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് മിലുവിനും കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മിലു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കൾസ് 3 ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ അതേ കിളിക്കുട്ടിയൊക്കെ തുള്ളി ചാടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കല്യാണത്തിൻ്റെ തിരക്കും ആവേശവും ആൾക്കാരൊക്കെ കണ്ടിട്ട്. അത് കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ ദേ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീണ്ടും തുടർന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെക്കൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. ഒരു 2 മിനിറ്റ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെക്കൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. പെണ്ണ് വരുന്ന സമയത്താണ് എത്തുന്നത്. ആ സമയത്ത് ചെക്കനെ മനസ്സിലാവാൻ പറ്റാത്തൊരു രൂപത്തിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരു നീളത്തിൽ മുക്കിയ അവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ, ഞാൻ തിരക്കുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മക്കളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ദേ ആ കളിക്കുന്ന ചായത്തിൽ മുങ്ങി നിന്നതാണ് കേട്ടോ ചെറുക്കൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.